അക്ഷര മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് സാകേതത്തിൻ്റെ അംഗം 3-ലെ 2 പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ അവസാന ഭാഗമാണ്. വളരെ ചെറിയൊരു ക്ലാസ്സാണ് ഇതോടുകൂടി സാകേതത്തിൻ്റെ പൂർണ്ണമായ വീഡിയോ അക്ഷര മലയാളം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആത്മബന്ധത്തിൻ്റെ ചോരയിൽ കുതിർന്ന കിരീടം അയോധ്യയ്ക്ക് ചേരുകയില്ല. ആത്മബന്ധത്തിൻ്റെ ചോരയിൽ കുതിർന്ന കിരീടം അയോധ്യയ്ക്ക് ചേരുകയില്ല എന്ന് പറയുന്ന രാമനാണ്. ആരെങ്കിലും വേദനിപ്പിച്ചിട്ടോ വ്യസനിപ്പിച്ചിട്ടോ ആരെങ്കിലും മുറിവേൽപ്പിച്ചിട്ടോ അധികാരമേറാൻ താൻ തയ്യാറല്ല എന്ന വ്യക്തത ഇവിടെ നമുക്ക് കിട്ടും. കിരീടത്തിൻ്റെ ഭാരം ഭരതനും കാനന ഭംഗി രാമനും അനുഭവിച്ചു കൊള്ളട്ടെ. 14 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ശ്രീയും കീർത്തിയും വർദ്ധിച്ച അയോധ്യ ഞങ്ങളെ വരവേൽക്കട്ടെ എന്ന് രാമൻ പറഞ്ഞു. എന്നാൽ കിരീടം ഭാരമാണെന്നും കാനനവാസമാണ് സുഖപ്രദമെന്നും ചേർത്ത് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അധികാര അനുഭവത്തിലെ സുഖം ഒരു അസ്വസ്ഥതയാണ് എന്ന് സൂചന ഇതിനകത്തുണ്ട് എന്ന് കാണാൻ പറ്റും. രാമൻ അതിലൊന്നും വേദനിക്കുന്നില്ല, പിതാവ് അതിൽ വ്യസനിക്കേണ്ടതില്ലെന്നുള്ള സൂചനയുമുണ്ട്. വിശ്വം ജയിക്കാൻ പിറന്നവനെ ധീരനായി പുറപ്പെടൂ. ഇവിടെ വസിഷ്ഠൻ പറയുന്ന ഈ ഒരു വരിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം എങ്ങനെയൊക്കെയോ എന്തെല്ലാമോ സംഭവിച്ച് കീഴ്മേൽ മറിഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കഥാഗതികൾ മാറി മറിഞ്ഞ് കൈകേയിയുടെ ഇടപെടലുണ്ടാകുന്നു, രാജ്യം നഷ്ടപ്പെടുന്നു, വനവാസത്തിന് പോകേണ്ടി വരുന്നു. ഇതൊക്കെ വേദനാജനകമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ആ ഘട്ടത്തിൽ വസിഷ്ഠൻ പറയുന്ന ഈ വരികൾ ശ്രദ്ധിച്ചു നോക്ക്. ജഗന്നിതാവ്, അതായത് ഈശ്വരൻ, ഈ പ്രയാണത്തിന്, ഈ യാത്രയ്ക്ക് ഏതോ ലക്ഷ്യം കൽപ്പിച്ചിരിക്കണം. നിങ്ങൾ ആ മഹാപ്രസ്ഥാനത്തിൻ്റെ പദത്തിലത്ര എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ക്ലാരിറ്റിയുള്ള ഒരു നിർവചനം. ഇതാണ് എന്താണ് ഈ യാത്രയ്ക്ക് ഈശ്വരൻ എന്തോ കൽപ്പിച്ചിട്ടുണ്ട്. അതിന് വിധേയനാവുക മാത്രമാണ് രാമൻ ചെയ്യുന്നത്. ഇത് ഈശ്വര കൽപ്പിതമാണ് എന്ന സൂചനയുണ്ട്. ഈശ്വര പന്ഥാവിലേക്കാണ്, ഈശ്വരൻ കാട്ടിത്തരുന്ന പന്ഥാവിലേക്കാണ് നിങ്ങളുടെ ഈ യാത്ര എന്ന സൂചന നൽകുന്നത്. വസിഷ്ഠൻ പറയുന്നത് രാമൻ്റെ വനവാസ യാത്രയ്ക്ക് ദൈവം എന്തോ കൽപ്പിച്ചിരിക്കുന്നു, അതിന് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കരുതി പുറപ്പെടുക. നല്ല ഒരു ഭാഗം തന്നെയാണിത്. അതിനുശേഷം എങ്ങനെയാണ് വനവാസയാത്ര? സാമന്തൻ ഗുഹൻ, അതായത് ദശരഥൻ്റെ വളരെ അടുത്ത ആളുകൂടി, കൂട്ടുകാരൻ കൂടി തന്നെയാണ് ഗുഹൻ, നിങ്ങളെ മറുകരയിലെത്തിക്കും. ഗംഗയും യമുനയും സംഗമിക്കുന്ന പ്രയാഗയിലെത്തുമ്പോഴാവട്ടെ ഭരദ്വാജ മുനി ഉണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടു വന്നിരിക്കണം. അദ്ദേഹമാണ് പിന്നീടുള്ള നിങ്ങളുടെ യാത്രാമാർഗങ്ങൾ നിർദ്ദേശിക്കുക. അപ്പോൾ പറഞ്ഞ് ഗുഹൻ നിങ്ങളെ മറുകരയിലെത്തിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഭരദ്വാജ മുനിയുണ്ട്, പോയി കാണുക. അദ്ദേഹമാണ് നിങ്ങളുടെ യാത്രാമാർഗ്ഗങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അതെല്ലാം വളരെ പ്ലാൻഡായിട്ടാണ് എന്ന് നമുക്ക് ഇവിടെ വ്യക്തമാണ്. പുണ്യങ്ങൾക്ക് വിജയം നേർന്നാണ് വസിഷ്ഠൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. നായാട്ട് ലഹരിയിൽ ലഭിച്ച ശാപം വേട്ടയാടുന്ന ദശരഥൻ സീതയ്ക്ക് ഒരു ഉപദേശമേ നൽകുന്നുള്ളൂ. ശ്രദ്ധേയമാണ്. അതായത് തൻ്റെ ഭർത്താവിന് രാജ്യം നഷ്ടപ്പെടുക മാത്രമല്ല, രാജപദവി നഷ്ടപ്പെടുക മാത്രമല്ല, ഒരു രാജ്യം തന്നെ നഷ്ടപ്പെട്ട ഒരാളുടെ ഭാര്യ അവിടെ ദശരഥന് എന്തു പറയാൻ? രാമൻ തന്നെ ഒന്നേ പറഞ്ഞുള്ളൂ, ഞാൻ അയോധ്യയ്ക്ക് വേണ്ടി മാപ്പിരക്കുന്നു. ഇതേ കാര്യം കൗസല്യയും സീതയോട് പറയുന്നു, ഞങ്ങൾ അയോധ്യയ്ക്ക് വേണ്ടി നിന്നോട് മാപ്പിരക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ സീതയോട് ദശരഥൻ പറയുന്നത് കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ഉണ്ണികളെ അനുവദിക്കരുത്. കണ്ടോ? കാരണം ഇനി അവരാണ് നിങ്ങളുടെ സംരക്ഷകർ, അവരോടൊപ്പമാണ് നിങ്ങൾ കഴിയേണ്ടി വരുന്നത്. കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ഉണ്ണികളെ അനുവദിക്കരുത്. ഇനി അവരാണ് നിങ്ങളുടെ സന്തത സഹചാരികൾ, സുഹൃത്തുക്കൾ, അവരാണ് ഇനി നിങ്ങളോടൊപ്പം ഉണ്ടാവേണ്ടവർ. അതിനാൽ അതിനെ കരുതലോടെ നോക്കണമെന്ന് സീതയെ ഉപദേശിക്കുന്നത് ശൂദ്രമുനി, ഒരു നായാട്ടിൻ്റെ ഭാഗമായി ശൂദ്രമുനിയുടെ ശാപമേറ്റ ദശരഥൻ തന്നെയാണെന്ന് ആലോചിച്ച് നോക്കും. അതിൻ്റെ കാര്യം നമുക്ക് വ്യക്തമായി ബോധ്യം വരുന്നത്. സ്വന്തം അനുഭവത്തിൻ്റെ അഗ്നിയിൽ ദഹിക്കുന്ന ഒരാൾ ഇതല്ലാതെ എന്ത് ഉപദേശമാണ് സീതയ്ക്ക് നൽകുക? അപ്രകാരം ഇതാ അവരുടെ യാത്രയായി. രാമലക്ഷ്മണാദികൾ വനവാസത്തിന് പുറപ്പെടുകയാണ്. സുമന്ത്രർ ഉണ്ണികളുടെ വനവാസയാത്ര യാത്രയാക്കിയ ശേഷം തിരികെ വന്നിട്ട് സുമന്ത്രർ ദശരഥനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. സൂര്യൻ പെട്ടെന്ന് മറഞ്ഞു, ഗ്രഹങ്ങൾ മങ്ങിപ്പോയി, നക്ഷത്രങ്ങൾ നിറം കെട്ടു, കാർമേഘങ്ങൾ ഊതിവിട്ട കോസലം കടൽ പോലെ ഇളകി മറിഞ്ഞു, ജനങ്ങൾ കണ്ണീരണിഞ്ഞ മുഖത്തോടെ തെരുവീതികളിൽ സ്തബ്ധരായി നിന്ന്. അവർക്കറിയില്ല ഇവിടെ എന്താ നടന്നതെന്നറിയില്ല. രാവിലെ രാമൻ്റെ പട്ടാഭിഷേകം ഘോഷിക്കാൻ ഒരുങ്ങി നിന്ന ജനതയുടെ മുന്നിലേക്കാണ് പുതിയ വിധി കടന്നു വരുന്നത്. അവർക്ക് കാര്യങ്ങൾ അറിയില്ല. കാര്യങ്ങൾ മനസ്സിലാകാത്ത ജനങ്ങൾ സംഘമായി കൊട്ടാരമുറ്റത്തേക്ക് ഒഴുകി വന്നിട്ട് ദിനരാത്രങ്ങൾ അവിടെ തന്നെ നിന്ന് കളഞ്ഞു.
കാര്യങ്ങൾ അറിയാനോ ആരെങ്കിലും പറയാനോ എന്താ സംഭവിച്ചതെന്നോ അറിയാൻ വയ്യാതെ വിഷമിക്കുന്ന ആ ജനത കൊട്ടാരമുറ്റത്ത് തന്നെ ദിനരാത്രങ്ങൾ ചെലവിട്ടു എന്ന് പറയുമ്പോൾ ആ ജനത എത്ര വേദനയോടെയാണ് അതിനെ ഏറ്റെടുത്തതെന്ന് കാണാൻ പറ്റും. ഇത് ഈ സമയത്ത് ദശരഥൻ കണ്ട ഒരു കിനാവിനെ കുറിച്ച് ദശരഥൻ്റെ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കലും കയറിയാൽ തീരാത്ത നിറയെ പടവുകളുള്ള ഒരു മാളികയാണ് അയാൾ കണ്ടത്. ദശരഥൻ കണ്ട സ്വപ്നത്തിൽ കാണുന്നത് ഒരിക്കലും കയറിയാൽ തീരാത്ത നിറയെ പടവുകളുള്ള ഒരു മാളിക. മുമ്പ് കണ്ടിട്ടില്ല. ഉറങ്ങുന്ന സിംഹങ്ങൾ, തുമ്പിക്കരം ഉയർത്തിയ കരിവീരന്മാർ, വിശ്വാമിത്രൻ്റെ കൈപിടിച്ച് ഉണ്ണികൾ പോകുന്നു. ഇതാണ് ദശരഥൻ കണ്ട കനവ്. ദശരഥൻ കണ്ട കനവിൽ കാണുന്നത് ഒരിക്കലും കയറിയാൽ തീരാത്ത പടവുകളുള്ള ഒരു മാളിക, മുമ്പെങ്ങും കണ്ടിട്ട് പോലുമില്ല. ഉറങ്ങുന്ന സിംഹങ്ങളും തുമ്പിക്കരം ഉയർത്തിയ കരിവീരന്മാരും വിശ്വാമിത്രൻ്റെ കൈപിടിച്ച് തൻ്റെ മക്കൾ യാത്ര പോകുന്നത് ആണ് ദശരഥൻ കണ്ട സ്വപ്നത്തിൽ. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. കളിച്ച് രസിച്ച് ഭരിച്ചുല്ലസിക്കേണ്ട കുമാരന്മാർ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ മാളിക തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കനവിൽ കണ്ടിരിക്കുന്നത്. ആ കിനാവിൽ കടന്നു വരുന്നതാണ്. ഒരു കൈത്താങ്ങ് പോലുമില്ലാതെ കൊടുങ്കാട് കയറി പോകുന്ന സ്വന്തം ഉണ്ണികളാണ്. എങ്ങനെയാണ് അതിന് കാരണക്കാരനായവൻ അത് വിസ്മരിക്കുക? നാം മറക്കാൻ ശ്രമിക്കുന്നവയാണ് കനവായി കടന്നു വരുന്നത് എന്ന സൂചന ഇത് പ്രധാനപ്പെട്ടാണല്ലോ. ദശരഥൻ മനസ്സിൽ കണ്ട കനവായി കണ്ട അതെന്താണെന്ന് ചോദിക്കാനിടയാണ്. രാമൻ്റെ രാജ്യവംശവും കാനനവാസവും തകർത്ത് കളഞ്ഞത് കൗസല്യയാണ്. അതിൽ പരിഭവം കാട്ടാതെ കിടക്കയിൽ രാപകലെണ്ണി അവർ കഴിയുന്നു. കൈകേയി പിടിച്ചു വാങ്ങുമ്പോൾ വിട്ടുകൊടുത്തുകൊണ്ടാണ് കൗസല്യ വേറിട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമാണ്, നമ്മളെല്ലാം പിടിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. ആരുടെയെങ്കിലും മനസ്സോടെ വരുന്നതിനൊന്നും കാത്തിരിക്കാൻ നമുക്ക് നേരമൊന്നുമില്ല. നമുക്ക് കിട്ടാത്തത് നമ്മൾ പിടിച്ചു പറിച്ച് മേടിക്കുക തന്നെ ചെയ്യും. കൈകേയി പിടിച്ചു വാങ്ങിയുമ്പോൾ കൗസല്യ വിട്ടുകൊടുത്തിട്ടാണ്. പുറംഭംഗിയിൽ മയങ്ങി കാമാന്ധനായി ജീവിച്ച കാലത്ത് ദശരഥൻ ഇത് മനസ്സിലാക്കിയില്ല. ഇവിടെ എടുത്തു പറയുന്നുണ്ട്, പൂജിക്കേണ്ട കാലത്ത് ആ ശ്രീകോവിലിൽ നാം എത്തിയില്ല എന്നതിൽ പശ്ചാത്താപത്തോടെ ദശരഥൻ പറയുന്നുണ്ട്. പൂജിക്കേണ്ട കാലത്ത് ആ ശ്രീകോവിലിൽ നാം എത്തിയില്ല എന്ന് പറയുന്ന കൗസല്യയുടെ സമ്പൂർണ്ണ വിശുദ്ധിയും അവിടെ വ്യക്തമാണ്. കൗസല്യ വിട്ടുകൊടുത്തുകൊണ്ടും കൈകൈ പിടിച്ചു എടുത്തുകൊണ്ടുമാണ് ഈ ദുഃഖം ഇവിടെ അലയടിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ദശരഥ വിലാപവും അവസ്ഥയും ശോകമുഖമായ അയോധ്യയും കൈകേയിയെ കരയ്ക്ക് തന്നെ എല്ലാം പിടിച്ചെടുത്ത് വാങ്ങിയ ഈ പാപം പാപിയെ തന്നെ ഗ്രസിക്കുമെന്ന് മന്ത്രിയോ മറ്റോ പറയുന്നുണ്ട് കൈകേയിയുടെ ഒരിക്കൽ. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. കൈകേയിക്കും ഇന്ന് കണ്ണീരാണ്. അപ്പോൾ ദശരഥൻ അവരെ സമീപിച്ച്, നീയെങ്കിലും സന്തോഷിക്കുമെന്ന് ഞാൻ കരുതി, നീയും കരയുന്നു. സർവവും ചുട്ടരിക്കുന്ന ദുഃഖത്തിലാണല്ലോ ഞാൻ സുഖം തേടിയത്. ഒടുവിൽ ദുഃഖം ചേർക്കാതെ മനുഷ്യ നിർമ്മിതി സാധ്യമല്ലായിരിക്കാം എന്ന വിലാപത്തിലാണ് ദശരഥൻ എത്തിച്ചേർന്നത്. ദശരഥൻ പറഞ്ഞൊരു പൊതു തത്വമാണ്. എന്താണ്? ഒടുവിൽ ദുഃഖം ചേർക്കാതെ മനുഷ്യ നിർമ്മിതി സാധ്യമല്ല എന്ന നിലപാടിലേക്കാണ് ഒടുവിൽ ദശരഥൻ വന്നു ചേരുന്നത്. നാം കൊന്നൊടുക്കി കാട്ടുമൃഗങ്ങളുടെ സന്തതികളാണെന്ന് ഉണ്ണികളുടെ കാവൽ, എന്തെന്ത് ഹിംസകളാണ് അധികാരകരുവിൽ കാട്ടിക്കൂട്ടിയത്. ഇവിടെ ഒരു പശ്ചാത്താപവും മറ്റും ദശരഥൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കണ്ടോ. നാം കൊന്നൊടുക്കിയ കാട്ടുമൃഗങ്ങളുടെ സന്തതികളാണെന്ന് തൻ്റെ മക്കൾക്ക് കാവൽ, അധികാരഗർവിൽ താം എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത് എന്നോർത്ത് അദ്ദേഹത്തിന് വിഷാദിക്കേണ്ടി വരുന്നുണ്ട്. മാരകമായ പതനത്തിൽ വീഴുമ്പോഴാണ് മനുഷ്യൻ പഠിക്കാൻ തുടങ്ങുന്നത്. സത്യമാണത്. നമുക്ക് ഒരു വീഴ്ച പറ്റുമ്പോഴാണ് ആരൊക്കെയാണ് കൂടെയുള്ളത്, ആരാണ് ഇല്ലാത്തത് എന്നും നമ്മൾ ശത്രുക്കളായി കണ്ടവരാണ് മിത്രങ്ങളായി, ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. മടയനായ കുട്ടിയെപ്പോലെ മനുഷ്യൻ അതെല്ലാം എത്ര വേഗമാണ് മറക്കുന്നത്. ഇന്ന് ഈ ചിന്തകൾക്ക് പ്രസക്തിയില്ലെങ്കിലും അനുഭവങ്ങൾ നമ്മെ പലതും പഠിപ്പിക്കുന്ന പാഠശാലകളാണെന്ന തിരിച്ചറിവ് ഏറ്റവും ഒടുവിൽ ദശരഥനുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി രാമനും സീതയും ലക്ഷ്മണനും വൽക്കലധാരികളായി കാനനയാത്ര നടത്തുന്നതിനെ പറ്റി മന്ത്രി ദശരഥനോട് തുടർന്ന് പറയുന്നുണ്ട്. സാകേതം കരയുകയാണ്. തമസാതീരം വരെ പൗരാവലി അവരെ അനുഗമിച്ചു. മടങ്ങിപ്പോകാനുള്ള അഭ്യർത്ഥന അവർ ചെവിക്കൊണ്ടില്ല. ആ സ്ഥിതിയിൽ അവരെ ഒഴിവാക്കുന്നതിനായി അർദ്ധരാത്രിയിൽ കുതിരയെ പൂട്ടി തേരോടിച്ച് വേദശ്രുതിയും സിന്ധികയും ഗോമതിയും കടന്ന് ഗംഗയുടെ തീരത്തെത്തി വേടരാജാവായ ഗുഹനോടെ ആചാരോപചാരങ്ങളോടെ അവരെ സ്വീകരിക്കുകയുണ്ടായി. കണ്ട ജനങ്ങൾ രാമന് പിന്നാലെ കൊടുങ്കാട് വരെ സഞ്ചരിച്ചിട്ടുണ്ട്. അവർ എത്ര പറഞ്ഞിട്ടും പിന്തിരിഞ്ഞു പോകാതെ വന്നപ്പോൾ അവരെ ഒഴിവാക്കാൻ വേണ്ടി രാത്രിയിൽ കുതിരയെ പൂട്ടി തേരോടിച്ച് വേദശ്രുതിയും സിന്ധികയും ഗോമതിയും കടന്ന് ഗംഗയുടെ തീരത്തെത്തി എന്ന് പറയുന്നുണ്ട്. ഗുഹൻ അവരെ സ്വീകരിച്ച കാര്യവും പറയുന്നുണ്ട്. ഗംഗാമാതാവിനെ പോലെ കുഞ്ഞോളങ്ങൾ ഇളക്കി കുമാരന്മാരെ സ്വീകരിച്ചു. ഇനി ആ പ്രകൃതിയുടെ സ്വീകരണമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗാമാതാവിനെ പോലെ കുഞ്ഞോളങ്ങൾ ഇളക്കി കുമാരനെ സ്വീകരിച്ചു. അപ്പോൾ ആശ്രമങ്ങളിൽ നിന്ന് ശംഖനാദം മുഴങ്ങി. ഗന്ധർവ കിന്നരന്മാർ ദേവദുന്ദുബി മുഴക്കി. കൊന്നയും കാട്ടിലഞ്ഞിയും പൂവിട്ട് ചെറുകാറ്റിൽ വർഷിച്ചു.
ഉണ്ണികൾ കയറിയ തോണി അകലെ കരയും ചക്രവാളവും മുട്ടുന്ന ദിക്കിലെത്തിയപ്പോൾ മേഘങ്ങൾ സപ്തവർണ്ണം ചാർത്തി നൃത്തം ചെയ്തു, ഒക്കെയും മറുകരയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു എന്ന് മന്ത്രി പറയുകയും ചെയ്തു. ആ ഭാഗം ഞാൻ ഒന്നുകൂടെ പറയാം, പ്രധാനപ്പെട്ടതാണ്. കുമാരന്മാരെ പ്രകൃതി എങ്ങനെ സ്വീകരിച്ചു എന്ന് നോക്കാം. ഗംഗ മാതാവിനെ പോലെ കുഞ്ഞോളങ്ങൾ ഇളക്കി കുമാരന്മാരെ സ്വീകരിച്ചു. അപ്പോൾ ആശ്രമങ്ങളിൽ നിന്ന് ശംഖനാദം മുഴങ്ങി, ഗന്ധർവ കിന്നരന്മാർ ദേവദന്തുവി മുഴക്കി, കൊന്നയും കാട്ടിലഞ്ഞിയും പൂവിട്ട് ചെറുകാറ്റിൽ വർഷിച്ചു. ഉണ്ണികൾ കയറിയ തോണി അകലെ കരയും ചക്രവാളവും കൂട്ടിമുട്ടുന്ന ദിക്കിലെത്തിയപ്പോൾ മേഘങ്ങൾ സപ്തവർണ്ണം ചാർത്തി നൃത്തം ചെയ്തു എന്നൊക്കെ പറയുന്നു. രാമൻ അവസാനമായി എന്താണ് പറഞ്ഞതെന്നറിയാൻ നമുക്കും താല്പര്യമുണ്ട്, ദശരഥനും താല്പര്യമുണ്ട്. മന്ത്രി പറഞ്ഞു, 14 വർഷം കഴിഞ്ഞാലുടൻ ഉണ്ണികൾ മടങ്ങി വരുമെന്ന് അരുളി ചെയ്തു. ഭരതനെ ഉടനെ രാജാവായി വാഴിക്കണമെന്ന് കൽപ്പിച്ചു. സുമന്ത്രർ ഇഷാകു വംശത്തിൻ്റെ നിത്യബന്ധുവാണെന്നും പറഞ്ഞു. അച്ഛനും അമ്മയും കൈകേയും എന്ത് ആജ്ഞാപിക്കുന്നോ അത് ക്ഷണത്തിൽ നിർവഹിക്കണം. ഇതെല്ലാമായിരുന്നു രാമൻ്റെ അവസാന വാക്യങ്ങളെന്ന് മന്ത്രി ദശരഥനെ അറിയിച്ചു. കണ്ടോ, സത്യം പറഞ്ഞാൽ മന്ത്രി അത്ര സമർത്ഥനാണ്. ഈ രാമായണ കഥയിലെ സുമന്ത്രർ എന്നും മന്ത്രിയുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും സ്നേഹവും ഒക്കെ ഇനിയുള്ള ഒരു വാക്കുകളിൽ ഭാഗം ഒന്നുകൂടി പറയാം. രാമൻ്റെ അവസാന കൽപ്പന ഇതാണ്: 14 വർഷം കഴിഞ്ഞാലുടൻ ഉണ്ണികൾ മടങ്ങി വരും. ഭരതനെ ഉടനെ രാജാവായി വാഴിക്കണം. സുമന്ത്രർ ഇഷാകു വംശത്തിൻ്റെ നിത്യബന്ധുവാണ്. അച്ഛനും അമ്മയും കൈകേയും എന്ത് ആജ്ഞാപിച്ചാലും അത് ഉടൻ നടത്തി കൊടുക്കണം. ഇതെല്ലാമായിരുന്നു രാമൻ്റെ അവസാന വാക്ക്. കൊട്ടാര വിപ്ലവത്തിൽ രാമാഭിഷേകം മുടങ്ങി. അത് നടന്നു കാണാൻ എല്ലാ മുന്നൊരുക്കങ്ങൾക്കും നേതൃത്വം നൽകിയത് മന്ത്രിയാണ്. ആ പടയൊരുക്കങ്ങൾ നിഷ്പ്രഭമായപ്പോൾ വീണുപോയ ദശരഥൻ്റെ അവസ്ഥ തന്നെയാണ് സത്യം പറഞ്ഞാൽ മന്ത്രിക്കുമെന്ന് കാണാൻ പറ്റും. നോക്കി നിൽക്കെ ഒരു സ്വപ്നം പൊലിഞ്ഞു പോയ വേദന കടിച്ചമർത്തിയ പ്രിയകുമാരൻ്റെ വനവാസ ജീവിതത്തിന് നേതൃത്വമേകാൻ വിധി സുമന്ത്രരെ തന്നെ ഏൽപ്പിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ധർമ്മസങ്കടത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുകുന്ന മന്ത്രി രാമാദികളെ തമസാതീരം വരെ യാത്രയാക്കി. ആ വിവരം രാജാവിനെ അറിയിക്കേണ്ടത് ഉത്തമനായ മന്ത്രിയുടെ കടമയാണ്. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. ആ കടമ നിർവഹണത്തിന് ശേഷം മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: തിരുമുമ്പിലെത്തി അങ്ങയോട് ഇത്രയും കാര്യങ്ങൾ ഉണർത്തിക്കാനുള്ളത് എൻ്റെ കർത്തവ്യമാണ്, കടമയാണ് എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗംഗയുടെ പുണ്യാഹങ്ങളിൽ ഞാൻ മുക്തി നേടുമായിരുന്നു. അതായത് ദശരഥനെ പോലെ തന്നെ ദുഃഖം ത്താൽ എരിഞ്ഞു തീരുകയാണ് മന്ത്രിയുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. മന്ത്രി പറയുകയാണ്, തൻ്റെ കടമയും കർത്തവ്യവുമാണ് നടന്ന കാര്യങ്ങൾ അങ്ങേ അറിയിക്കേണ്ടത്, അല്ലായിരുന്നെങ്കിൽ ഞാൻ ഗംഗയിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മന്ത്രിയെ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടുകളുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്നായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. തുടർന്ന് ഗുഹൻ കാണാൻ വന്നു. രാമാദികൾ വനവാസം സ്വീകരിച്ച ശേഷം ദശരഥനെ കാണാൻ വന്നത് പ്രിയ ചങ്ങാതിയായ ഗുഹനാണ്. ഈ ഗുഹനാണ് വനവാസത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം കാട്ടിൽ ചെയ്തു കൊടുത്തതെന്ന് നമുക്കറിയാം. ഇഷ്ടതോഴന് നൽകാൻ കണ്ണുനീരേ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞ് രാജാവ് വിഷാദിച്ചു. ദുഃഖത്താൽ നന്നേ പരവശനായ ഗുഹനോട് പാരവശ്യം മറച്ചു വയ്ക്കാൻ പർവ്വതങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്ന് ദശരഥൻ പറയുന്നുണ്ട്. പാരവശ്യങ്ങൾ മറച്ചു വയ്ക്കാൻ പർവ്വതങ്ങൾ പഠിപ്പിക്കുന്നില്ല. അത് പട്ടണത്തിൽ പോയി പഠിക്കണമെന്ന് തനിക്ക് അത് കഴിഞ്ഞില്ലെന്നും നിർമ്മല മനസ്കനായ രാജാവ് പറയുന്നുണ്ട്. നീ കാണാൻ വരുമ്പോൾ പലതും കൊണ്ടുവരുമല്ലോ, ഇന്ന് എന്തെങ്കിലും എനിക്ക് തരുമെന്ന് രാജാവ് വിലപിക്കുന്നുണ്ട്. അവിടത്തേക്കുള്ളത് കൂടി കിടാങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഗുഹനും വികാര വിവശനായി. അവരുടെ ഇടയിലെ ചങ്ങാത്തത്തിൻ്റെ തീവ്രത ബോധ്യപ്പെടുത്തുന്ന ഒരു രംഗം കൂടിയാണ്. ഈ അംഗം 3 അവസാന ഭാഗത്താണ് ദശരഥൻ്റെ ജീവിതാന്ത്യം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കണം. പുത്രശോകത്താൽ കൃശനായി ഏകനായി ശൂദ്രമുനിയുടെ ശാപത്തിനിരയായി ശോകാർത്തനായ ദശരഥൻ്റെ മുന്നിലെ എല്ലാ ദീപങ്ങളും അണഞ്ഞു. ഒടുവിലത്തെ നക്ഷത്രവും വീണു. കൽപ്പാന്തരാത്രി ആ താരാട്ടിലുറങ്ങുകയാണ്. ഈ മുഖം, കളങ്കമില്ലാത്ത ഈ മുഖം ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ. ഈ പ്രായത്തിൽ തൻ്റെ കൈകളിൽ അമ്പായിരുന്നു, വില്ലായിരുന്നു. അതിപ്പോഴും തൻ്റെ പക്കലുണ്ട്. അത് വെക്കാനൊരിടം വേണം. ഇവിടെ പിച്ചുമ്പയും പറയണം, അവസാന ഘട്ടത്തിൽ സ്വർഗത്തിലേക്ക് എന്ന പോലെ തൻ്റെ ആത്മാവ് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം വിലപിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്: സൂര്യചക്രം ഉരുളുന്ന കിഴക്ക് ദിക്കെല്ലാം തരാം, ഒരിടം വേണം. തൻ്റെ പുത്രനാണല്ലോ ഈ ക്രിയ ചെയ്യേണ്ടത്. ഒടുവിൽ അവൻ വന്നു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വിണ്ണിൻ്റെ ശോഭയോടെ വൈഷ്ണവ തേജസ്സോടെ വന്ന് ചക്രവാളം നിറഞ്ഞുവല്ലോ നീ മഹാവിഷ്ണു, തനിക്കെല്ലാം കാണാമെന്നായിരിക്കുന്നു. അതാ സൂര്യൻ്റെ വർണ്ണപ്രളയം. എന്തൊരു നന്ദമേളമാണ്, എന്തൊരു വിസ്തൃതമായ ശാന്തിയാണ് ഇവിടെ. അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് നടന്നു കയറുകയാണ്. അങ്ങനെ ഇശാകവും ദിലീപനും നടന്ന വഴിയിലൂടെ ആ സൂര്യവംശ രാജാവും നടന്നു. മൃത്യുവിലേക്കുള്ള വഴിയിൽ പാപം ഇറക്കി വെക്കാൻ താവളം തേടി കൈകൾ ആഞ്ഞാഞ്ഞു വീശി. ഒടുവിൽ ഏതോ വെളിച്ചം കണ്ടെന്ന പോലെ മോഹിച്ച് തളർന്നു വീണു, മരിച്ചു. പാപഭാരം ഇറക്കി വയ്ക്കാനുള്ള താവളമായി മരണത്തെ മനുഷ്യൻ കാണുന്നുവല്ലോ. അങ്ങനെയാണ് ദശരഥൻ്റെ ജീവിതാന്ത്യം ഉണ്ടാകുന്നത്.
അദ്ദേഹത്തിൻ്റെ ആ ഭാഗം ഒരിക്കൽ കൂടി വായിക്കാം. പുത്രശോകത്താൽ കൃശനായി ഏകനായി ശൂദ്രമുനിയുടെ ശാപത്തിനിരയായി ശോകാർത്തനായ ദശരഥൻ്റെ മുന്നിലെ എല്ലാ ദീപങ്ങളും അണഞ്ഞു. ഒടുവിലത്തെ നക്ഷത്രവും വീണു. കൽപ്പാന്തരാത്രി ആ താരാട്ടിലുറങ്ങുന്നു. ഈ മുഖം, കളങ്കമില്ലാത്ത ഈ മുഖം ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ. ഈ പ്രായത്തിൽ തൻ്റെ കൈകളിൽ അമ്പായിരുന്നു, വില്ലായിരുന്നു. അതിപ്പോഴും തൻ്റെ പക്കലുണ്ട്. അത് വെക്കാനൊരിടം വേണം. സൂര്യചക്രം ഉരുളുന്ന കിഴക്ക് ദിക്കെല്ലാം ഞാൻ തരാം. ഒടുവിൽ തൻ്റെ പുത്രൻ ഈ ദിക്കെല്ലാം തരാം. ഒരിടം വേണം, തനിക്കൊരിടം വേണം. തൻ്റെ പുത്രനാണല്ലോ ക്രിയ ചെയ്യേണ്ടത്. ഒടുവിൽ അവൻ വന്നു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വിണ്ണിൻ്റെ ശോഭയോടെ വൈഷ്ണവ തേജസ്സോടെ വന്ന് ചക്രവാളം നിറഞ്ഞുവല്ലോ നീ മഹാവിഷ്ണു. തനിക്കെല്ലാം കാണാമെന്നായിരിക്കുന്നു. അതാ സൂര്യൻ്റെ വർണ്ണപ്രളയം. എന്തൊരു നന്ദമേളം, എന്തൊരു വിസ്തൃതമായ ശാന്തി. അങ്ങനെ ഇശാഖവും ദിലീപനും നടന്ന വഴിയിലൂടെ ആ സൂര്യവംശ രാജാവും നടന്ന് മൃത്യുവിലേക്ക് കൈകളാഞ്ഞാഞ്ഞ് വീശി. ഒടുവിലെന്തോ വെളിച്ചം കണ്ടെന്ന പോലെ മോഹിച്ച് തളർന്നു വീണു, മരിച്ചു. പാപഭാരം ഇറക്കി വയ്ക്കാനുള്ള താവളമായി മൃത്യുവിനെ മനുഷ്യൻ കാണുന്നു. ഇത്രയുമാണ് അംഗം 3 കൊണ്ട് സാകേതം അവസാനിക്കുന്നത്. സാകേതത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി പറയാം. സാകേതം, അതായത് കഴിഞ്ഞ 7-8 വർഷത്തെ പരീക്ഷകളിൽ സാകേതം അംഗം 1 അംഗം 3 ആകെ 6 പ്രാവശ്യമോ 7 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. അംഗം 1 6 പ്രാവശ്യവും അംഗം 3 5-6 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന അംഗം 2 16 പ്രാവശ്യം കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കാനെടുക്കുമ്പോൾ നിങ്ങൾ അംഗം 1-നും അംഗം 3-നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അംഗം 3 സത്യം പറഞ്ഞാൽ താരതമ്യം ഈ അംഗം 1, 2 പഠിച്ച് വരുന്നവർക്ക് അംഗം 3 വലിയ പ്രയാസം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഈ പാഠഭാഗങ്ങൾ ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ചാനലിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക. എന്നെക്കൊണ്ട് ചെയ്തു തരാവുന്ന സഹായങ്ങൾ എല്ലാ വർഷവും എല്ലാ ICSE പരീക്ഷകൾക്കും അക്ഷര മലയാളത്തിൻ്റെ വക സംഭാവനകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് തരുന്നത്. തിരിച്ചും ഈ ചാനലിനെ നിലനിർത്താനും ICSE സിലബസിൽ മലയാളത്തിന് നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ചാനലാണ്. ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, കാണുന്നുണ്ടല്ലോ നിങ്ങൾ. 1.4 മറ്റേ ഉള്ളൂ, സാരമില്ല. എന്തായാലും ഇത്തരൊരു ചാനൽ ICSEക്ക് മലയാളത്തിന് അനിവാര്യമാണ്. അത് നിലനിർത്താൻ എല്ലാവരും കൂടെ ഉണ്ടാവട്ടെ. അക്ഷര മലയാളത്തിൻ്റെ സ്നേഹം.